ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് y is equal to mx plus c. അതിൽ എല്ലാ ലീനിയർ റിഗ്രഷൻ ആൽഗോരിതത്തിന്റെയും ജോലി എന്ന് പറയുന്നത് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ യൂഷ്വൽ എക്സാമ്പിൾ എടുക്കാം. അതായത് ആവറേജ് ടെമ്പറേച്ചർ, അതൊരു കൂൾ ബാർ, ആ കൂൾ ബാറിലെ ജോലിക്കാരൻ ഓരോ ദിവസത്തെയും ആവറേജ് ടെമ്പറേച്ചറും ആ ദിവസത്തെ സെയിൽസും റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നു. ഇവിടെ നിങ്ങൾക്കൊരു ഡാറ്റ സെറ്റ് കിട്ടും. ഈ ഡാറ്റ സെറ്റിന് ബേസ് ആയിട്ട് നമുക്ക് പുതിയൊരു ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ എത്ര ജ്യൂസ് സെല്ല് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എത്ര ജ്യൂസ് ഉണ്ടാകണം, ഇതാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ വേറൊരു പ്രശ്നം, ഈ 30 വന്ന ദിവസം ഇവിടെ 150 ജ്യൂസ് സെയിലായിട്ടുണ്ട്. ഇവിടെ 30 വന്ന് സെയിം ഡിഗ്രി ടെമ്പറേച്ചർ വന്ന ദിവസം 120 ജ്യൂസ് സെയിലായിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു ദിവസം വേറൊരു ദിവസം 30 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ജ്യൂസ് പ്രിപ്പയർ ചെയ്യും? 150 പ്രിപ്പയർ ചെയ്യുക, അതോ 120 പ്രിപ്പയർ ചെയ്യുക? അതുപോലെ അതൊരു പ്രശ്നം. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലിപ്പം സപ്പോസ് 60 ഡിഗ്രി അങ്ങനൊരു ഡാറ്റ ഇതിലില്ല. So how many juice should be prepared when average temperature is 60 degree? ഇങ്ങനെയുള്ള ഇഷ്യൂസ് ആൻസർ ചെയ്യാനാണ് നമ്മൾ മെഷീൻ ലേണിംഗ് ആൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്പർ ഓഫ് ഫീച്ചേഴ്സ് is equal to 2. രണ്ട് ഫീച്ചർ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ ആവറേജ് ടെമ്പറേച്ചർ, അതായത് അതിൽ നമുക്ക് യാതൊരു കൺട്രോൾ ഉള്ളൂ, ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഡാറ്റ. ഇതാണ് നിങ്ങളുടെ എക്സ്, ഇതാണ് വൈ. വൈ ഈസ് ഡിപെൻഡന്റ് ഡാറ്റ. കാരണം എത്ര ജ്യൂസ് ഉണ്ടാക്കണം എന്നുള്ളത് ഈ ആവറേജ് ടെമ്പറേച്ചറിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ വൈ ഈസ് ഡിപെൻഡന്റ് ഡാറ്റ, എക്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഡാറ്റ. അപ്പോൾ ഈ ഇതിൽ എക്സ് ആക്സിലൂടെ നമ്മൾ ടെമ്പറേച്ചർ റെപ്രസെന്റ് ചെയ്യും, വൈ ആക്സിസ് വഴി നമ്മൾ നമ്പർ ഓഫ് ജ്യൂസ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഡാറ്റ 10, 50. ഓക്കെ, 10 ആണെങ്കിൽ നമ്മൾ 50 ജ്യൂസ് ഉണ്ടാക്കി. ഓക്കെ, ഇതാണ് ആ ഡാറ്റ. ഇതുപോലെ ബാക്കി ഡാറ്റകളും നമ്മൾ ഈ ഗ്രാഫിന് ഈ 2D പ്ലെയിനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഒരുപാട് ഡാറ്റ ഉണ്ട്. ഈ ഡാറ്റ മുഴുവൻ ഈ രീതിയിൽ ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം ലീനിയർ റിഗ്രഷന്റെ ജോലി എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ദാറ്റ് ഈസ് y is equal to mx plus c. ഈ y എന്ന് പറയുന്നത്, അതായത് ഈ ഡാറ്റ സെറ്റിൽ നിന്നാണ് ഈ ലൈൻ ഉണ്ടാക്കുന്നത്. ഈ ഡാറ്റ സെറ്റ് സ്റ്റഡി ചെയ്തിട്ടാണ് ഈ ലൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ എക്സ് പറയുന്നത് നമ്മുടെ ടെമ്പറേച്ചർ ഇത് തന്നെയായിരിക്കും. വൈ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ പ്രഡിക്ഷൻ. ഓക്കെ, അത് ഈ ഡാറ്റ സെറ്റ് തന്നെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം, ഇതിൽ കുറച്ചെണ്ണം ഈ മോഡൽ ട്രെയിൻ ചെയ്യിക്കാനും കുറച്ചെണ്ണത്തിനെ ഈ മോഡൽ ടെസ്റ്റ് ചെയ്യിക്കാനും വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഇതിലുള്ള വാല്യൂസിൻ്റെ ഒരു പാർട്ട് കൊണ്ട് തന്നെയാണ് ഈ പ്രഡിക്ഷൻ നടത്തുന്നത്, ദാറ്റ് ഈസ് ടെസ്റ്റ് ഡാറ്റ. അപ്പോൾ അവിടെ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് ജ്യൂസ്, ഇതാണ് വൈ. അപ്പോൾ ഇതിലുള്ള ഒരു പോർഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു,
ഇത് പ്രഡിക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ പ്രഡിക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഈ ലൈനിലൂടെ ആയിരിക്കും. ഇവിടെ 10 ഡിഗ്രി, ഓക്കെ, ഇത് 10 ഡിഗ്രി ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞു. 10 ഡിഗ്രിക്ക് നിങ്ങൾ ഈ ആൽഗോരിതം കണ്ടുപിടിക്കുന്ന എമ്മും സിയും വെച്ചിട്ട് നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ y=mx+c, x എന്താണെന്ന് നമുക്കറിയാം, x 10 ആണ്, എമ്മും സിയും ആൽഗോരിതം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾ y പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ജ്യൂസ് ഇവിടെ ഉണ്ടാക്കണമെന്ന് ഈ ആൽഗോരിതം പറയില്ല, ഈ ആൽഗോരിതം ഇത്രയും ജ്യൂസ് ഉണ്ടാക്കിയാൽ മതി എന്നേ പറയും. ഓക്കെ, സോ ദർ ഇസ് എ ഡിഫറൻസ്. അപ്പോൾ ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് പ്രഡിക്റ്റഡ് ഡാറ്റ. ഈ ഇക്വേഷൻ വെച്ചിട്ട് എമ്മും സിയും ആൽഗോരിതം കണ്ടുപിടിച്ചാണ്. അത് വെച്ചിട്ട് ഇവിടെ എത്രയാണോ ടെമ്പറേച്ചർ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ ഓഫ് ജ്യൂസ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വലിയ ഗ്യാപ്പ് വന്നു. ഇതിനാണ് എറർ എന്ന് പറയുന്നത്. അതായത് പ്രഡിക്റ്റഡ് വാല്യൂവും ആക്ച്വൽ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ഈ ലൈൻ എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ടോട്ടൽ എറർ മിനിമം ആയിരിക്കണം. ഓക്കെ, ഇതിലുള്ള ടോട്ടൽ എറർ, അതായത് ഇതുപോലുള്ള എല്ലാ പോയിന്റും എടുത്തു കഴിഞ്ഞാൽ ഈ എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ സം ഓഫ് എറേഴ്സ് ഇത് മിനിമം ആയിരിക്കണം. അങ്ങനെയുള്ള ലൈനിനെയാണ് നമ്മൾ റിഗ്രഷൻ ലൈൻ എന്ന് വിളിക്കുന്നത്. റിഗ്രഷൻ ലൈൻ. ഈ പ്ലെയിനിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ലൈൻസ് വരയ്ക്കാം. ചില ആൽഗോരിതംസ് ഒരുപാട് ലൈൻസ് വരയ്ക്കും. അതിനുശേഷം എല്ലാ ലൈനിൻ്റെയും ടോട്ടൽ എറർ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം നമ്മൾ നോർമൽ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടു, അത് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് ഈ വാല്യൂ സ്റ്റഡി ചെയ്തിട്ട് ഒരു എമ്മും സിയും പറയും. അതനുസരിച്ച് ആ ഒരു ലൈൻ പെട്ടെന്ന് തന്നെ വരയ്ക്കും. ഓക്കെ, ചിലത് ഇറ്ററേഷൻ വഴി ഇതുപോലെ കുറേ ലൈൻ വരയ്ക്കും. ഓരോ ലൈൻ വരയ്ക്കുമ്പോൾ ടോട്ടൽ എറർ കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം ഒരു ലൈൻ ഫിക്സ് ചെയ്യും. ആ ലൈനായിരിക്കും റിഗ്രഷൻ ലൈൻ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇഷ്യൂ അല്ല, ഇവിടുത്തെ പ്രധാന കാര്യം ഈ y=mx+c എന്ന് പറയുന്ന ഇക്വേഷനെ ഏത് രീതിയിലാണ് ഈ കോണ്ടെക്സ്റ്റിൽ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. അതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതിലെ എമ്മിന് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നു, സി എന്ന് പറയുന്നത് ബയസ് ആണ്. ഇവിടെ വാട്ട് ഈസ് എം, വാട്ട് ഈസ് സി. ഈ ഡാറ്റ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഏത് ടെമ്പറേച്ചർ ആണെങ്കിലും നിങ്ങളൊരു മിനിമം നമ്പർ ഓഫ് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടാവും. ഓക്കെ, അതായത് വേണമെങ്കിൽ നമുക്കിപ്പോൾ സിയിൽ മാക്സിമം നിങ്ങൾ പഠിച്ചത് സി എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് ആണ്. y ഇന്റർസെപ്റ്റ് മീൻസ് വെൻ x=0. ഓക്കെ, വെൻ x=0, അതായത് ടെമ്പറേച്ചർ 0 ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ എത്ര ജ്യൂസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഡാറ്റ സെറ്റ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങളൊരു മിനിമം നമ്പർ ഓഫ് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടാവും. അതാണ് ഈ പറയുന്ന ബയസ് സി. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മിനിമം നമ്പർ ഓഫ് ജ്യൂസ്. യു പ്രിപ്പയർ എവറി ഡേ. അതായത് 0 ഡിഗ്രി ടെമ്പറേച്ചർ ആയാലും നിങ്ങൾ അത്രയും ജ്യൂസ് ഉണ്ടാക്കിയിരിക്കും. അതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി എമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. എം ഇസ് ദ സ്ലോപ്പ്, അതായത് dy/dx നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ വേണമെങ്കിൽ ഡി ജ്യൂസ് ഉള്ളതാണ് നമ്മുടെ വേരിയബിൾ, ബൈ ഡി ടെമ്പ്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഈ നമ്പർ ഓഫ് ജ്യൂസ്. അതായത് ഈ 0 ഡിഗ്രിയിൽ നിന്നും 1 ഡിഗ്രിയിലേക്ക് ഈ ഒരു ചേഞ്ച്, ഒരു ഡിഗ്രി ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എത്ര ജ്യൂസ് ഉണ്ടാക്കും. ഓക്കെ, 1 ഡിഗ്രി ചേഞ്ചിന് നിങ്ങൾ എത്ര ജ്യൂസ് ഉണ്ടാക്കും, അതാണ് ഈ പറയുന്ന എം. എം എന്ന് പറയുന്ന സ്ലോപ്പാണ് dy/dx. അത് റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അല്ലാതെ 1 ഡിഗ്രിയിൽ എത്ര ജ്യൂസ് ഉണ്ടാക്കും എന്നുള്ളതല്ല. 1 ഡിഗ്രി ടെമ്പറേച്ചർ ചേഞ്ചിന് നിങ്ങൾ എത്ര ജ്യൂസ് ഉണ്ടാക്കും, അതാണ് എം.
ഇപ്പോൾ ഇവിടെ പുതിയതായിട്ടൊരു ടെമ്പറേച്ചർ 80 ഡിഗ്രി വന്നു, അല്ലെങ്കിൽ അതിന് അപ്പുറത്തേക്കുള്ള ഒരു ടെമ്പറേച്ചർ സപ്പോസ് 200 ഡിഗ്രി. എത്ര ജ്യൂസ് നിങ്ങളുണ്ടാവും? ഈ ലൈൻ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ജ്യൂസ് നിങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ ത്രൂ ദിസ് ലൈൻ യു ക്യാൻ പ്രൊഡിക്റ്റ്. അപ്പോൾ ഇതിന് മീനിങ് ഇത് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് y = mx+c ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ എന്ന് പറയുന്നത് 1 ഡിഗ്രി ചേഞ്ച്. അപ്പോൾ ഇവിടുന്ന് ഇവിടെ എത്തുമ്പോഴേക്കും എത്ര ഡിഗ്രി ചേഞ്ച് ആയി? 200 ഡിഗ്രി ചേഞ്ച്. അപ്പോൾ 1 ഡിഗ്രി ചേഞ്ചിനാണ് m. അപ്പം ഈ പറയുന്ന x ഡിഗ്രി ചേഞ്ച്, x ഈസ് 200 നോ. 200 ഡിഗ്രി ചേഞ്ച് ഇവിടുന്ന് വരെയുള്ള ചേഞ്ച്. ഈ ഒരു ചേഞ്ചിന് നിങ്ങൾ എത്ര ജ്യൂസ് പ്രിപ്പയർ ചെയ്യും? ഈ ഇക്വേഷൻ തരാൻ പറ്റും. പ്ലസ് ദ മിനിമം നമ്പർ ഓഫ് ജ്യൂസ് എവറി ഡേ യു പ്രിപ്പയർ. അതായിരിക്കും ഈ വാല്യൂ. അപ്പോൾ y = mx+c എന്നുള്ളത് ഈ രീതിയിലാണ് ഇവിടെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. സി എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് ജ്യൂസ് യൂഷ്വലി യു പ്രിപ്പയർ. ദെൻ എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി ചേഞ്ചിന് എത്ര ജ്യൂസ് വേണ്ടി വരും? അത്രയും ഡിഗ്രി ചേഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് y = നമ്പർ ഓഫ് ജ്യൂസ് = mx+c എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അത് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് y = mx+c ഇവിടെ യൂസ് ചെയ്യുന്നത്.